തുർക്കിക്കും അസർബൈജാനും മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം. തുർക്കി ഇപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിടുകയാണ് ടൂറിസം രംഗത്ത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിന്ന് തുർക്കിയിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. വലിയ രീതിയിലുള്ള വരുമാനം തുർക്കി ടൂറിസത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ഇന്ത്യക്കാർ തുർക്കി വിസിറ്റ് ചെയ്യുന്നതിലൂടെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാൽദീവ്സ് പോലെ തന്നെ തുർക്കിയിൽ പോകുന്ന ഇന്ത്യക്കാർ ഇപ്പോൾ തുർക്കി പാകിസ്ഥാനെ സഹായിച്ചു എന്ന് അറിഞ്ഞതോടുകൂടി അങ്ങോട്ടേക്ക് പോകാതെയായി. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ സുപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് തുർക്കി. അവിടെ നടത്താനിരുന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളിൽ ഇന്ത്യക്കാർ നടത്താനിരുന്നതിൽ 99% ഇപ്പോൾ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് തുർക്കി എന്ന് പറയുന്ന രാജ്യത്ത് എർദോഗന്റെ മകളായിട്ടുള്ള സുമയ്യ ബറാട്ട, ഈ സുമയ്യ ബറോട്ടയാണ് ഡ്രോൺ കമ്പനിയായിട്ട്, അതായത് ബറോട്ടർ ഡ്രോൺസ് കമ്പനിയുടെ സ്ഥാപകന്റെ ഭാര്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നീക്കം ആരോപണങ്ങളിലൂടെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കിഷ് ആപ്പിളുകളും തുർക്കിഷ് മാർബിളുകളും എല്ലാം നിരോധിച്ചതിനു ശേഷം സെലിബി എന്ന് പറയുന്ന ഈ സുമയ്യ ബറോട്ടയ്ക്ക്, അതായത് എർദോഗന്റെ മകളായിട്ടുള്ള സുമയ്യ ബറോട്ടയ്ക്ക് ഷെയർ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ കമ്പനിയെ പോലും ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിച്ച ശേഷം ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി ക്യാൻസൽസ് 23 MOUs വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് തുർക്കി ആൻഡ് അസർബൈജാൻ എന്നുള്ളതാണ്. അതായത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി തുർക്കിയുമായി കരാറിൽ ഒപ്പിട്ടിരുന്ന 23 MOU ഇപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കൂട്ടത്തിൽ അസർബൈജാന്റെ കരാറും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇനി അസർബൈജാനിലേക്ക് വരികയാണെങ്കിൽ, അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം തുർക്കിയുമായി വളരെയധികം അടുപ്പം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയാറുള്ള ഒരു രാജ്യമാണ്. വളരെ ദരിദ്രമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇന്ത്യക്ക് ഇവരൊന്നും ഒരു ഇരയേ അല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ അസർബൈജാൻ ഇന്ത്യയുടെ മിസൈലുകൾ, അതായത് ഇന്ത്യ അർമേനിയയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുമ്പോൾ, നമുക്കറിയാം തുർക്കിയുടെ ബദ്ധശത്രുവാണ് അർമേനിയ എന്ന് പറയുന്നത്, അസർബൈജാനും അതുപോലെ തന്നെയാണ്. ഈ അർമേനിയയ്ക്ക് ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ അത് തുർക്കിക്ക് വേണ്ടിയാണ് ഇന്ത്യ ആയുധങ്ങൾ അവിടെ കൊടുക്കുന്നത്. അർമേനിയയെ നമ്മൾ അനുനയിപ്പിച്ച് കൊണ്ടുവരുന്നത് തുർക്കിയെ പിടിക്കാനാണ്. എന്തായാലും അസർബൈജാനാണ് അതിൽ പ്രസ്താവനകൾ ഇറക്കുന്നത്. ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ല എന്നാണ് അസർബൈജാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അസർബൈജാൻ തന്നെ ബാക്ക്ഡോർ വഴി ഞങ്ങൾക്കും കൂടെ കുറച്ച് ആയുധങ്ങൾ തരാമോ എന്ന് ഇന്ത്യയോട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള കോളിളക്കമാണ് അസർബൈജാനിൽ സംഭവിച്ചത്, തുർക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഇന്ത്യയുടെ ബാക്ക്ഡോറിൽ ചെന്ന് നിങ്ങൾ അവരുടെ വാതിലിൽ മുട്ടി ആയുധങ്ങൾ ചോദിക്കുകയാണ് എന്നുള്ളത് തുർക്കിക്ക് അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ തുർക്കിയെ മാത്രമല്ല അസർബൈജാനെയും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളെയും നമ്മുടെ രാജ്യം മുട്ടുകുത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് വെറുതെ പറയുന്നതല്ല. കാരണം മലേഷ്യ, നമ്മുടെ മാൽദീവ്സ്, അങ്ങനെയുള്ള ഇന്ത്യയുമായി കളിച്ച സകല രാഷ്ട്രങ്ങളെയും മുട്ടുകുത്തിച്ച ചരിത്രം മാത്രമാണ് നിലവിൽ ഇന്ത്യക്കുള്ളത് എന്നുകൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.